Hello everyone, welcome to Jupiter Plus 2 Commerce and Humanities. It's me Nafi. എല്ലാവർക്കും മക്കളെ Jupiter Plus 2 Humanities ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ അല്ലേ? എന്താണ് നിങ്ങളുടെ പഠനത്തിന്റെ അവസ്ഥ? എത്ര സമയമായി നിങ്ങൾ പഠിക്കുന്നു? രണ്ട് മൂന്ന് കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്യോ. ഒന്ന്, നിങ്ങൾ ഇപ്പോൾ സ്കൂളിൽ പോയി പോകുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്റ്റഡി ലീവ് ആണോ? നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണോ? സ്കൂളിൽ പോയി പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. രണ്ടാമതായിട്ട് നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ വെയിറ്റേജുമായിട്ടാണ്. നിങ്ങൾ പല കുട്ടികളും എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, പ്ലസ് ടു ഹിസ്റ്ററിയുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞുതരോ, ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദിക്കുക എന്നുള്ള സംശയം പല കുട്ടികൾക്കും ഉണ്ട്. പ്ലസ് ടു ഹിസ്റ്ററിയുടെ വെയിറ്റേജുമായിട്ടാണ് വന്നിട്ടുള്ളത്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. കാരണം പ്ലസ് ടു ഹിസ്റ്ററിയുടെ വെയിറ്റേജ് ഒരുപാട് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ മക്കളെ, മൊത്തമുള്ള ചാപ്റ്റേഴ്സിന്റെ വെയിറ്റേജ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിക്സ് ബീഡ്സ് ആൻഡ് ദി ബോൺസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 8 മുതൽ 10 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ടാമത് കിങ്സ് ഫാമേഴ്സ് ആൻഡ് ടൗൺസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മൂന്നാമത് കിൻഷിപ്പ് കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിങ്കേഴ്സ് ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ത്രൂ ദ ഐസ് ഓഫ് ട്രാവലേഴ്സ്, കഴിഞ്ഞ തവണ എസ്സേ ചോദിച്ച ഒരു ഭാഗം കേട്ടോ, ഏതാടാ, 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. ഭക്തി സൂഫി ട്രഡീഷൻ 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. പെസൻ ജമീന്ദാസ് ആൻഡ് ദ സ്റ്റേറ്റ് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം. കിങ്സ് ആൻഡ് ദി ക്രോണിക്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് 6 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാം കേട്ടോ. കൊളോണിയലിസം ആൻഡ് ദി കൺട്രി സൈഡ് അതും 6 മുതൽ 8 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചാപ്റ്ററാണ്. റിബൽസ് ആൻഡ് രാജ് 10 മുതൽ 12 മാർക്ക് വരെ ചോദിച്ചേക്കാം. മഹാത്മാഗാന്ധി നാഷണൽ മൂവ്മെന്റ് 8 മുതൽ 10 മാർക്ക് വരെ ചോദിക്കാം. കൺട്രി ടോൺ അപ്പാർട്ട് 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. പ്രീ മോഡേൺ കേരള 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. കേരള ടുവേർഡ്സ് മോഡേണിറ്റി 4 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് വരുന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സിനൊക്കെ നോട്ടുകൾ, ക്വസ്റ്റ്യൻസ്, അതേപോലെ PYQs ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എജ്യൂപോണിന്റെ ബൂസ്റ്റർ ബാച്ചിന് അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യട്ടോ. എജ്യൂപോണിന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റ് ആകും. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഫോം നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ nafi.ejupo എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെറ്റ് ആക്കട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക എന്നുള്ളത് എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആകും. ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങളൊക്കെ റെഡിയാകും. ബൂസ്റ്റർ ബാച്ചിലാണ് നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, നോട്ടുകൾ, PYQs, നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലാണ്. ഫോം നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സെറ്റ് ആക്കാം. അല്ലെങ്കിൽ nafi.ejupo എന്ന എന്നെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ നമ്മുടെ പ്ലസ് ടു ഹിസ്റ്ററിയുടെ വെയിറ്റേജ് നോക്കി വെച്ചോ. അപ്രോക്സിമേറ്റ് വെയിറ്റേജ് ആണ്. ചിലപ്പോൾ 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടായേക്കാം. എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. ഒന്നാമത്തെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അഞ്ചാമത്തെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഏഴാമത്തെ ചാപ്റ്ററിനും 8ാമത്തെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മഹാത്മാഗാന്ധിയുടെ ചാപ്റ്ററിന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ എന്താടാ, എസ്സേ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററും വൃത്തിക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ലിങ്ക് ഷെയർ ചെയ്തോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.